കേവലം ഒരു തമാശന് വേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും പിന്നീട് ജീവിതത്തിൽ വലിയ ദുഃഖങ്ങളായി മാറാറുണ്ട്. അങ്ങനെ ഒരു അനുഭവമാണ് ഇത് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. അതെ, അദ്ദേഹത്തിന് 5 വർഷം മുൻപാണ് ഒരു ടൂറ് പോയി. ആ ടൂറ് പോയപ്പോൾ ഒരു സംഘം ചേർന്ന് ഇവർ 4-5 വ്യക്തികളാണ് പോയത്. ആ പോയ കൂട്ടത്തിൽ ചിലർക്ക് സ്ത്രീകളെ വേണം എന്നുള്ള താല്പര്യമുണ്ടായി. ഇവർ പോയി താമസിച്ച ലോഡ്ജിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരുന്നു. അവർ പെൺകുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. ജീവിതത്തിൽ ആദ്യവും അവസാനവുമായി നമ്മുടെ കഥാനായകൻ അങ്ങനെ ഒരു ബന്ധത്തിൽ ഇടപെട്ടു. അദ്ദേഹം പറയുന്നത് കോണ്ടോമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്, മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് യാതൊരു കുഴപ്പവുമില്ല, വന്നു സന്തോഷത്തോടെ ജീവിതം നയിക്കുകയായിരുന്നു. ഇടയ്ക്കാണ് പെനീസിൻ്റെ കൊറോണൽ റിഡ്ജ്, ആ ഗ്ലാൻസ് പെനീസിന് ചുറ്റും ചില കുരുക്കൾ കണ്ടു തുടങ്ങി. ആ കുരുക്കൾ, ചില കൊമളകൾ ഒക്കെ കാണാൻ തുടങ്ങി. അത് വന്നതോടെ ആൾ വളരെ വിഷണ്ണനായി. എന്ത് സംഭവിച്ചു? വിവാഹിതനല്ല, മറ്റ് ബന്ധങ്ങളും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് പല ഡോക്ടേഴ്സിനെയും പരിശോധിച്ച് കൊണ്ട് ഇങ്ങനെ നടന്നു. ഇടയ്ക്ക് എപ്പോഴോ ജെനിറ്റൽ ഹെർപ്പിസ് എന്ന് പറയുന്ന അസുഖത്തിൻ്റെ ടെസ്റ്റ് പോസിറ്റീവായി. അപ്പോൾ ജെനിറ്റൽ ഹെർപ്പിസ് സാധാരണഗതിയിൽ ലൈംഗിക ബന്ധത്തിലൂടെ പകരുന്ന അസുഖമാണ്. അങ്ങനെ ഒരു അസുഖം വന്നു, അതിന് മരുന്ന് കഴിച്ചു, അത് ശമിച്ചു. പക്ഷേ വീണ്ടും വീണ്ടും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുന്നു. അതോടൊപ്പമാണ് ഈ കൊറോണൽ റിഡ്ജിന് ചുറ്റും മറ്റു ചില കുരുക്കളും കണ്ടു തുടങ്ങി. അതെല്ലാം ഇത്തരം രോഗങ്ങളാണോ എന്നുള്ള സംശയം. അതെത്ര മരുന്ന് കഴിച്ചിട്ടും മാറുന്നില്ല. അതിനുവേണ്ടിയാണ് ഇവിടെ വന്നത്. അത് പെളി പെനൈൽ പാപ്യൂൾസ് എന്ന് പറയുന്ന ചില നേരിയ കുരുക്കൾ ഗ്ലാൻസ് പെനീസിന് ചുറ്റുമായിട്ടുണ്ടാവാറുണ്ട്. അത് പല വ്യക്തികളിലും കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ചികിത്സ ചെയ്ത് മാറ്റുക വിഷമമാണ്. അതിനൊരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതല്ല, അത് പകരുന്ന രോഗമല്ല. പിന്നെ അത് മാറ്റണമെങ്കിൽ ലേസർ ചികിത്സ പോലുള്ള ചില ചികിത്സകളിലൂടെ വേണം അത് കംപ്ലീറ്റ് കരിച്ചു കളയോ അങ്ങനെ അതിനെ നശിപ്പിച്ച് കളയേണ്ടി വരും. പക്ഷേ അതവിടെ നിൽക്കട്ടെ, അതല്ല മേജർ പ്രശ്നം. മേജറായിട്ടുള്ള പ്രശ്നം ഈ പറഞ്ഞ ജെനിറ്റൽ ഹെർപ്പിസ് ബാധിച്ചു എന്നുള്ളതാണ്. അന്നൊരു തമാശയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ടതാണ്. പക്ഷേ പിൽക്കാലത്ത് ഇതൊരു വലിയ ദുരന്തമായി മാറി. കല്യാണം തന്നെ വേണ്ട എന്നുള്ള അവസ്ഥയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അപ്പോൾ കേവലം ഒരു തമാശന് വേണ്ടി ചെയ്ത ഒരു സംഗതിയാണ്. അത് പിന്നീട് ദുഃഖങ്ങളിലേക്ക് നയിക്കുന്നു, സ്ട്രെസ് ഉണ്ടാക്കുന്നു, മെൻ്റൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു. വിവാഹത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് നിർബന്ധം വരുമ്പോൾ, പേരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർബന്ധം വരുമ്പോൾ അത് ഒഴിവാക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ശ്രദ്ധിച്ച് അല്ലെങ്കിൽ സൂക്ഷിച്ച് പലതവണ ആലോചിച്ചിട്ട് മാത്രം ചെയ്യുന്നതായിരിക്കും ഉത്തമം. പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് ചെന്ന് പെടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. കാരണം ഈ ജെനിറ്റൽ ഹെർപ്പിസ് എന്നുള്ള പ്രശ്നങ്ങളുമായിട്ട് ധാരാളം രോഗികൾ എത്താറുണ്ട്. സമീപകാലത്ത് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കുള്ള ബന്ധങ്ങൾ ധാരാളം കൂടിയിട്ടുണ്ട്. പണ്ട് കാലത്തെ പോലെയല്ല, ഇഷ്ടം പോലെ എവിടെ വെച്ചും ആർക്കും സെക്സ് ചെയ്യാവുന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഇത്തരം സാംക്രമിക രോഗങ്ങൾ സമൂഹത്തിൽ കൂടി വരുന്നു എന്നുള്ളൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.